ഡോക്ടർ ആസിഫ് ഹാപ്പി ആണോ? ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ്. പക്ഷെ ചെറിയൊരു പൊടിക്ക് ഹാപ്പിനെസ്സിന് കുറവുണ്ട്. അഭിനന്ദിന്റെ 5 മാർക്കാണോ ഹാപ്പിനെസ്സിന് കുറവ് വരുത്തിയത്? അല്ല, അഭിനന്ദിന് 5 മാർക്കല്ല. അത് ആ സമയത്ത് ചെറിയൊരു സങ്കടം ഉണ്ടെങ്കിലും നമ്മുടെ കേരള ഒരു 5th 4th റാങ്കിന്റെ ഉള്ളിൽ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു റാങ്ക് 11th റാങ്കിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ആ ഹാപ്പിനെസ് കുറവാണ് ആഷിഫിന്റെ മുഖത്ത് കാണുന്നത്. അതല്ല, നമുക്ക് ചെറിയൊരു ഹാപ്പിനെസ് കുറവുള്ളത് ഇപ്പം എല്ലാവർക്കും അറിയാം. നമ്മളെ കേരള റിസൾട്ട് വന്ന സമയത്ത് നമ്മളിപ്പോൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് കേരള റാങ്ക് 1 എന്ന് പറയുന്നത് നീറ്റ് 47th റാങ്കാണ്. എത്ര റാങ്കാണ്? 47th. ആ ഒരു വ്യത്യാസം ആക്ച്വലി അഭിനന്ദിന്റെ റാങ്കും റിയാസിന്റെ റാങ്കും നമ്മുടെ ബാക്കിയുള്ള വിനുരാജിന്റെ റാങ്കും ഒക്കെ കണ്ട സമയത്ത്, ആ മാർക്ക് ലിസ്റ്റ് കണ്ട സമയത്ത് ഞാനും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെന്താ പറ്റിയോ ഓൾ ഇന്ത്യ റാങ്ക് ഇങ്ങനെ ഷിഫ്റ്റ് ആയി പോയത്? 190 200 റേഞ്ചിലേക്കൊക്കെ 220ലേക്കൊക്കെ റാങ്ക് ഷിഫ്റ്റ് ആയി 200 റേഞ്ചിലേക്ക് എത്തിയോ? അപ്പോൾ കേരള റാങ്ക് എവിടെ എത്തും എന്നായിരുന്നു തോട്ട്സ് ഉണ്ടായിരുന്നത്. പക്ഷേ കേരള റാങ്ക് അങ്ങനെ ബാക്കോട്ട് പോയിട്ടില്ല. കേരള റാങ്ക് വളരെ നല്ലൊരു കേരള റാങ്ക് ഉണ്ട്, എല്ലാവർക്കും ഹാപ്പിയായി സന്തോഷിക്കാനുള്ള റാങ്ക് ഉണ്ട്. പക്ഷേ ഓൾ ഇന്ത്യ റാങ്ക് എന്തുകൊണ്ട് ബാക്കോട്ട് പോയി എന്നുള്ളതാണ് നമ്മളിപ്പോഴത്തെ വല്ലാണ്ട് സാഡ് ആക്കുന്ന ഒരു സാധനം. അപ്പോൾ നോക്കുന്നത് നമ്മളെ പിള്ളേർ ഇത്ര മോശമാണോ, കേരളത്തിലെ പിള്ളേർ ഇത്ര മോശമാണോ എന്നുള്ളൊരു മോശമല്ല. നമ്മൾ കേരളത്തിലെ മലയാളികൾ എപ്പോഴും പൊളിയല്ലേ. മലയാളികൾ മോശമെന്നല്ല, മലയാളി സ്റ്റുഡൻസ് മോശമല്ല. അവർ അക്കാഡമിക്സും അവർ കിട്ടുന്ന എല്ലാ സർവീസും ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷെ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ, എവിടെയോ ചെറിയ പാളിച്ചകളുണ്ട്. അത് നമ്മളെ തീരുമാനങ്ങളിലാണോ, നമ്മൾ നേരത്തെ തുടങ്ങാത്ത തയ്യാറെടുപ്പുകളിലാണോ നമുക്ക് ആ ഒരു പാളിച്ച എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. ഡെഫിനറ്റ്ലി നമ്മുടെ പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുന്നത് +1 +2 കഴിഞ്ഞിട്ടുള്ള ഒരു 1 ഇയറിൽ ഒരു 8 മന്ത്സിൻ്റെ ഒരു കോഴ്സ് മാത്രമായിട്ടാണ് നീറ്റിനെ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് ആയിട്ടുള്ള പല കാര്യത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതായത് +2 കഴിഞ്ഞ കുട്ടികൾ നീറ്റിന്റെ സ്കോർ പോലും നോക്കാതെ അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് വണ്ടി കയറുകയാണ് എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ അവിടെ എന്തോ ഒരു സംഭവം എടുത്തു വെച്ച പോലെ, അങ്ങനെ എല്ലാ കാര്യങ്ങൾ മാത്രമല്ല. ഇപ്പോൾ IIT പോലുള്ള പല കോമ്പറ്റീഷൻ എക്സാമിന് വെരി റീസെൻ്റ്ലി കേരളയിൽ നല്ല റിസൾട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടിന് നല്ല അധികം റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. പക്ഷെ നീറ്റിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് അത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെ ഒരുമിച്ചിരുന്ന് കാണേണ്ടതോ അധ്യാപകർ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. എന്തുകൊണ്ട് നമ്മുടെ ഒരു സ്റ്റേറ്റിൽ മാത്രം, കാരണം കേരളത്തിലെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ വെരി റീസെൻ്റ്ലി IIT അങ്ങനെ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ IIT പോലും ഇപ്പോൾ അങ്ങനെ ആയി തുടങ്ങി. നല്ല റിസൾട്ടുകൾ കൊണ്ടുതരാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും പ്രയത്നം കാരണം നല്ല റിസൾട്ടുകൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നീറ്റിൽ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുന്നില്ല? കാരണം ഒരു കേരള 10ാം റാങ്ക് എത്തുമ്പോഴത്തേക്ക് ഓൾ ഇന്ത്യ 200 റാങ്കിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ദുഃഖകരമായ ഒരു സിറ്റുവേഷൻ ആണ്. നമുക്ക് മോശം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇതിലിപ്പം നീറ്റിൽ ഫസ്റ്റ് റാങ്ക് വന്നത് രാജസ്ഥാനിലൊരു കുട്ടിക്കാണ്, ഒരു മിടുക്കിയ ഒരു കുട്ടിക്കാണ് അല്ലേ. അപ്പോൾ അവിടുത്തെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ അവിടുത്തെ അക്കാഡമിക്സ് കാര്യങ്ങളും അല്ലെങ്കിൽ ബാക്കി വരുന്ന ഈ ഒരു ഇപ്പം 47th റാങ്കിന് താഴെ വരുന്ന എല്ലാവരും നോക്കുകയാണെങ്കിൽ നമ്മളത്ര പോലും പിന്നെ ഒരു വിദ്യാഭ്യാസ സമ്പന്നമായ സ്ഥലങ്ങളോ അല്ലെങ്കിൽ അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയോ പാരൻസോ ഒന്നും ആയിരിക്കില്ല. ഇനി ഡിഫറെൻറ്റ് വ്യൂവിൽ അവർ കിട്ടുന്ന ക്ലാസ്സിനെ കുറിച്ചോ അവർ ചെയ്ത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന 24 മണിക്കൂർ അവർ എത്ര നേരം പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എയിംസിൽ പോയപ്പോൾ ടോപ്പേഴ്സായിട്ട് സംസാരിക്കാൻ പറ്റിയ സമയത്ത്, കഴിഞ്ഞ വർഷത്തെ ഓൾ ഇന്ത്യ ടോപ്പറിനായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റിയ സമയത്ത് അവരൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ ബാക്കി ഡിഫറൻസ് ഇല്ല. പക്ഷെ അവിടെ ഡിഫറൻസ് വരുന്നത് നമ്മുടെ ടീച്ചേഴ്സ്, പാരൻസ്, സ്റ്റുഡൻസിനൊക്കെ ആ ഒരു കോമ്പറ്റീഷനോടുള്ള അപ്രോച്ചിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത് എന്തോ ആ ഒരു മോൾഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അത് ആരോ എന്തോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീപ്പ് ചെയ്ത് പോകുന്ന റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരു സിസ്റ്റമാണ് അതിൽ കാണുന്നത് അല്ലേ. ഇപ്പം 10th ഓൺവേർഡ്സ് തന്നെ നമുക്കറിയാം. ഇപ്പോൾ ടോപ്പ് ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ നീറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ അലൈൻഡ് ആയിട്ടുള്ള കോഴ്സിനെ കുറിച്ചൊന്നും ധാരണ ഇല്ലാത്തൊരു കുട്ടികൾ ആ കോഴ്സിനെ കുറിച്ചൊന്നും A+ നേടാൻ മിടുക്കരാണ്. A+ വാങ്ങിക്കുക, A+ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് വളരെ ബോധേഡാണ്. പക്ഷേ ഹയർ ആയിട്ടുള്ള സിവിൽ സർവീസ് ആയാലും IIT ആയാലും എയിംസ് ആയാലും നീറ്റ് ആയാലും ബാക്കിയുള്ള CA CS എന്ത് കൊമേഴ്സ് മേഖലയിലേക്കാണെങ്കിൽ എക്സൽ ആയിരുന്ന കുട്ടികൾ നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് ഇത് ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യാനോ ഒരു ഭാഗത്തിന് ഇല്ലാതാക്കി പറയാനോ വേണ്ടിയിട്ടല്ല നമ്മൾ പറയുന്നത്. നമ്മൾ അതിൽ നിന്നൊരു എന്താ പറയുക ഉണർവ് കണ്ടെത്തി ഡെഫിനറ്റ്ലി അവെയർ ആയിട്ട് നമുക്ക് പറയാം. അപ്പം ഇന്നോവേഷൻസ് ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എഡ്യൂക്കേഷൻ പരമായിട്ടും ടെക്നോളജി പരമായിട്ടും ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാറ്. അപ്പോൾ ഈ ക്രിറ്റിസിസം ശരിക്കും ആ ഒരു എനർജിയിൽ നമ്മളെല്ലാവരും എടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ സെൽഫായിട്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമ്മളെയും കൂടിയാണ്, ഇൻക്ലൂഡിങ് അസ്. എന്തുകൊണ്ട് ആസിഫിന് ഇങ്ങനെ പറ്റിയില്ല? നിന്റെ കോച്ച് ചെയ്ത സ്റ്റുഡൻസ് എന്തുകൊണ്ട് 200 എത്തി?
ഓൾ ഇന്ത്യ റാങ്കിൽ 200 എത്തി, അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയില്ല എന്ന് ആലോചിക്കേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ അതിൽ വെരി സീരിയസ്ലി ഞങ്ങൾ അതിനു വേണ്ടി ഇറങ്ങുന്നുണ്ട്. രക്ഷിതാക്കളും അധ്യാപകരും +1 +2 പഠിക്കുന്ന അധ്യാപകരും കുട്ടികളടക്കം വെരി സീരിയസ്ലി ഈ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് അവരെ എന്താ പറയുക അതിനുള്ള അപ്രോച്ച് മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. അതായത് ഇപ്പം 8ാം ക്ലാസ്സിൽ നിന്നും 7th നിന്നും 5th നിന്ന് വരെ തുടങ്ങിയ കുട്ടികളാണ് ഈ പറഞ്ഞ പോലെ ഈ 47th താഴെ എല്ലാവരും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കുറേ പേര് ഫൗണ്ടേഷനും പ്രീ ഫൗണ്ടേഷനും ഒക്കെ പോയ വിദ്യാർത്ഥികളാവും. നമ്മളെല്ലാവരും കളിയാക്കി പറയാറുണ്ട് 8ാം ക്ലാസ്സിൽ നിന്ന് നീറ്റ് കോച്ചിങ് എടുക്കുന്ന രാജസ്ഥാൻ കോട്ടയിലെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കാറുണ്ട്. അതൊന്നും ചിരിക്കാനുള്ളതല്ല എന്നുള്ളത് അവരെ 5 or 10 വർഷത്തെ മുന്നത്തെ ഈ അപ്രോച്ച്, ഈ ഒരു ദീർഘവീക്ഷണം ശരിയാക്കി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. കേരളത്തിൽ വളരെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ എത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഈ ടൈപ്പ് ഓഫ്, കാരണം പെർട്ടിക്കുലർലി ഈ വർഷത്തെ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് കൂടിയിട്ടുണ്ട്. അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസിൽ കുറച്ചുകൂടി നല്ല, ഈവൻ ബയോളജിയിൽ വരെ കുറച്ചുകൂടെ തിയററ്റിക്കലിന് പറഞ്ഞാൽ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കുട്ടിയെ അപ്രോച്ച് ചെയ്യാൻ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് എന്തൊക്കെ ഈ വർഷം ചെയ്യാൻ പറ്റുന്നുള്ളത്, നമുക്ക് ചെയ്യാൻ കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ വളരെ ഓരോ കുട്ടികളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവർക്ക് എന്താണ് ഇതുവരെ എന്തൊക്കെയാണ് ഇഷ്യൂസ്, മാസ്സായിട്ടുള്ള അപ്രോച്ചുകൾ മാറ്റിയിട്ട് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, നമുക്ക് പറയാൻ ഓപ്പയിൽ ഒരു മെൻഡർ എന്നൊരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരാനുള്ള കാരണം തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് പല പഠന വേരിയേഷൻസ് ഉണ്ടാവും. അവർ ഫിസിക്സിന് കെമിസ്ട്രിക്ക് ബയോളജി കൊടുക്കുന്ന ഓരോ സബ്ജക്റ്റിലെ ഡിഫറൻസുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഡിഫറൻഷ്യലി ആക്കി കണ്ട് അതിൽ ഓരോന്നിലും വേണ്ട ഇൻ്റർവെൻഷൻസ് ഇന്നോവേഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിലൊന്നാമത് ചെയ്യാൻ പറ്റുന്നുള്ളത്. പിന്നെ ഇപ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ അതിലുള്ള നിങ്ങൾക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന മേഖലയിൽ ഡെഫിനറ്റ്ലി നല്ലൊരു വ്യൂ ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യുക. +1 +2 പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് പറയുന്ന +1 +2 പഠിക്കുമ്പോൾ നിങ്ങൾ നീറ്റ് ഫോക്കസ്ഡ് ആയിട്ട് പോകണം. പക്ഷേ ഇപ്പോഴും നമ്മൾ റെക്കോർഡ് റൈറ്റിങ്ങിലേക്കും ലാംഗ്വേജ് ലേണിങ്ങിലേക്കും ആവശ്യമില്ലാത്ത കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്കോർ കൂട്ടാനും കൂട്ടാനൊക്കെ വെറുതെ നമ്മൾ സമയം നമ്മൾ കുറച്ചുകൂടി സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. ഡെഫിനറ്റ്ലി നമ്മൾ പോകുന്ന പാത്ത് നമ്മൾ ഫിക്സഡ് ആണെങ്കിൽ, നമ്മളെ മൈൻഡിൽ അത്രയും സ്ട്രോങ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വർക്കായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സോഷ്യലി ഉള്ള ആവശ്യമില്ലാത്ത പ്രഷറുകൾ, എന്ത് മാർക്ക് വാങ്ങിച്ചു, എന്ത് കാര്യത്തിലേക്ക് നീങ്ങി, ഇംഗ്ലീഷിൽ 100ൽ 1 മാർക്ക് കുറയുക എന്നുള്ളതിന് പകരം നമ്മൾ ഫിസിക്സ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിച്ചിട്ട് ആ ഫിസിക്സിലെ ഇൻഫർമേഷനും അനലിറ്റിക്കൽ ക്വസ്റ്റ്യനിൽ അവർ എടുക്കുന്ന ടൈമൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക സമൂഹത്തിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഓർമ്മശക്തി അതെന്താ, അതൊരു സ്കില്ലാണ്, അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും. കഴിഞ്ഞ വർഷത്തെ എയിംസ് ബാച്ചിൽ പറയുകയാണെങ്കിൽ മലയാളികൾ പകുതി വരുന്നിടത്ത് അതിൻ്റെ പകുതി ക്വാർട്ടറായി മാറിയിട്ടുണ്ട് എന്ന് പറയുന്നത്. ഈ വർഷം എനിക്ക് തോന്നുന്നത് ക്വാർട്ടറിനും ഇല്ലാവില്ല, അതിലും താഴേക്കാണ്. കാരണം ഓൾ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ റാങ്ക് 44 ആണ്, കേരള ഫസ്റ്റ് റാങ്ക് 47, സെക്കൻഡ് റാങ്ക് എത്തുമ്പോഴേക്ക് സെക്കൻഡ് തേർഡ് എത്തുമ്പോൾ 88 ഒക്കെ എത്തിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എയിംസിൽ നമ്മളെ മലയാളികൾ വളരെ നമ്പർ കുറഞ്ഞിട്ടുണ്ട്. റെപ്രസെൻറ്റേഷൻ വെരി ലോ ആയിട്ട് പോവാണ്. നമ്മൾ വേണം ഇതൊക്കെ മാറ്റി ചിന്തിപ്പിക്കാൻ അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ വേണ്ടി. ഞങ്ങളെ ശ്രമിക്കുന്ന നിങ്ങളും ഇതിലൊരു പാർട്ടാണ്, നിങ്ങളുടെ മാത്രമേ ഞങ്ങൾക്ക് എത്താൻ. അപ്പോൾ ഇതൊരു ക്രിട്ടിസൈസ് ചെയ്യാനുള്ള വീഡിയോ ആണ്, ഇൻക്ലൂഡിങ് അസ്. നമ്മളെല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യാനുള്ള വീഡിയോ ആണ്. നമ്മൾ പല ചേഞ്ചസ് വരുത്തണം. നമ്മൾ ഓൺലൈനിൽ വന്ന് നമ്മളടക്കം വന്ന് തള്ളുന്നത് മാത്രം പോരാ, വർക്കിലടക്കം നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാനുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ നിങ്ങൾക്കൊരു പ്രോമിസ് തരികയാണ്, ഇനി അങ്ങോട്ട് അടുത്ത വർഷത്തെ റിസൾട്ടിൽ വളരെ നല്ലൊരു ചേഞ്ച് ഡോപ്പൊക്കെ കൊണ്ടുവരാൻ. ഡെഫിനറ്റ്ലി അതിൽ ലോങ് വിഷൻ ഉണ്ട്. ഇപ്പോൾ ഡോക്ടർ ആസിഫ് മുൻകൈ എടുത്ത് നമ്മുടെ ഒരു എയിംസ് ബാച്ച് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതല്ല. കോട്ടക്കൽ അങ്ങനെ ഒരു എയിംസ് ബാച്ച് കൊണ്ടുവരാനുള്ള നമ്മുടെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചേർന്ന് എല്ലാവർക്കും നേരിട്ട് എയിംസിലേക്ക് എത്തിക്കും എന്നുള്ളത് അതൊരു ലോങ് വിഷനാണ്. ആ ഒരു ടാർഗറ്റ് ചെയ്തിട്ട് തന്നെ ഒരു ബാച്ചിലേക്കോ റാങ്കിനോ ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു 2 വർഷം മുന്നേ ചെയ്ത പ്ലാനിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. നമുക്ക് പറയാം, ഇപ്പോൾ ഇന്നിപ്പോൾ നെഹ്റു കണ്ട ഇന്ത്യ എന്ന് പറഞ്ഞ IIT എയിംസ് ഒക്കെ അന്ന് കണ്ട ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ IITയിലെയും എയിംസിനൊക്കെ എത്തിച്ചത്. അതേപോലെ ഡെഫിനറ്റ്ലി ഫൗണ്ടേഷൻ എയിംസ് ഒക്കെ നമ്മൾ ലോങ് വ്യൂവിൽ അവിടെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പല മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങളും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതേ രൂപത്തിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ചെയ്യട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. അതിനുവേണ്ടി സ്റ്റുഡൻസിൻ്റെയും പാരൻസിൻ്റെ അടുത്ത് നിന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട്, ഈ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ നമുക്ക് വേണം. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രോമിസ് ഉണ്ട്, വെരി നെക്സ്റ്റ് ഇയർ എയിംസ് ബാച്ചിൽ നല്ല അധികം റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വർക്കുകളും ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡോപ്പയിൽ നിന്ന് അടുത്ത വർഷം എല്ലാ ഫ്ലൈറ്റുകളിലും അതുപോലെ ഡൽഹി എയിംസിലേക്ക് പറക്കും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരുമിച്ച് ഫ്ലൈറ്റ് കയറും, ഒരുമിച്ച് നമുക്ക് മുന്നേറാം. ഓക്കെ, താങ്ക് യു.